ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആരാധന. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കട്ടിനായ രീതിയിൽ കാണിക്കണം. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സൂക്ഷ്മതയോടെയാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്യാൻ ഫുള്ള് കാണിച്ചിട്ടുണ്ട്. പോസ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം. അങ്ങനെ ഞാൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ബ്ലൈൻഡ് ബോക്സ് പോലെ ആക്കാനാണെങ്കിൽ പേപ്പറായിട്ടല്ല, ആ പേപ്പർ കൊണ്ട് ഈ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പ് എടുക്കാൻ മറന്നു ഈ പോസ് ചെയ്തിട്ട് എടുത്തിട്ട്. അപ്പോൾ അതേ ഞാൻ സെല്ലോ ടേപ്പ് ടി വിയിലാണിത്. ഇത്ര എടുക്കാൻ നോക്കിയിട്ടും വരില്ലെന്നേ. അത് കാരണം ടി വി കണ്ടു പതുക്കിയൊക്കെയാണ് ഇത് ടേപ്പ് വിളിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പൊ എടുത്തിട്ട് നമ്മൾ ഒരു സൈഡ് 3 സൈഡ് ഒട്ടിച്ച് വെക്കണം. നാലാമത്തെ ഒരു സൈഡാണ് തുറന്നിരിക്കുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ ഗിഫ്റ്റ് വെക്കുന്നത്. അപ്പോൾ ഇത് ടി വി ഒക്കെ കണ്ടാണ്. പിന്നെ ക്യാമറ നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ക്യാമറ പിടിക്കാൻ വെക്കാനും സ്ഥലമില്ല. വിളിക്കുന്നത്. പക്ഷെ അന്നക്കുട്ടി ഇവർ ഇട്ടിരിക്കുന്ന പേര് ജോപ്പൻ എന്നാണ് കേട്ടോ. ഇവരാണെങ്കിൽ ഹാപ്പിനെ ബെല്ലിനെ വെച്ചിട്ട് അന്നയുടെ വീടിനുള്ളിൽ സ്റ്റെപ്പ് ഇറക്കി ട്രെയിൻ ചെയ്യാൻ ഹാപ്പിക്ക് ഇവരുടെ വീടിന്റെ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങി പരിചയമില്ലല്ലോ. അങ്ങനെ മതി ജീവ, നമുക്ക് രണ്ടുപേരും റേസ് ചെയ്യിപ്പിക്കാം. ഏറ്റവും മുകളിൽ സ്റ്റെപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആരാണ് അത് ഇറങ്ങുന്നതെന്ന് നോക്കാണ്. ആരാണ് അത് ജയിച്ചത് ലോങ് വീഡിയോയിൽ ഇടാം. പിന്നെ കുഞ്ഞപ്പോ പേടിച്ച് മാറി നിൽക്കുന്നത് വേറൊരു അതിഥിനെ കണ്ടിട്ടാണ്. ഓന്തൂട്ടനെ കൂടാണ്ട് വേറെ 2 പേരും കൂടി ഉണ്ട്. ഞാൻ ലോങ് വീഡിയോയിൽ അങ്ങനെ സൈഡ്സ് ഒക്കെ സീൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആയിട്ട് വെക്കണം. ഇതിൽ ഓർഡർ വെക്കണം. അങ്ങനെ ഉള്ളിലേക്കുള്ള ഈ ഫ്ലവറിന് കൊടുക്കണോ ഉണ്ടെങ്കിൽ ഒരു അങ്ങനെ ആ ഫ്ലവർ ഇനി ഞാൻ വെക്കാൻ ഒരു ക്യൂട്ടായിട്ടുള്ള എൻ്റെ ഒരു പാത്രത്തിൽ അതാണ് ആ ഒരു പോലെ ഇപ്പോഴത്തെ ഡ്രോയിങ് ഒക്കെ നടക്കുന്നത്. പിന്നെ ഞാനൊരു വീടിൻ്റെ മലയുടെയൊക്കെ ഡ്രോയിങ് ഉള്ളിലേക്ക് ഒരു കിഴങ്ങ് കീറുന്നുണ്ടെന്ന് വായൊക്കെ തുറന്ന് അതൊക്കെ വീടിൻ്റെ ഡ്രോയിങ് കല്ല് വരെ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഉള്ളത് ഒരു റാണിയിൽ ഉള്ളൊരു ബ്രേസ്ലെറ്റാണ്. ആ ബ്രേസ്ലെറ്റ് ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 ലാസ്റ്റ് ഗംഭീര ബീറ്റ്സ് ഒരിതാണ്. അത് ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയൻ അവിടെ നിന്ന് കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. അവൻ ടി വിയിലാണ്. കാലത്ത് ആയതുകൊണ്ട് ഉടുപ്പൊന്നും ഇല്ലാണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് അവനോട് മാറാൻ വേറെ ഞാൻ വിചാരിച്ചാൽ അവനെ എഴുതിയിട്ടില്ലതാണ്. പിന്നെ ഞാൻ തുറന്ന് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഇതാണ് തുറന്ന് കാണിക്കാൻ. അത് ലാസ്റ്റ് ഇപ്പം അത്രേ ഉള്ളൂ. ഇനി അടുത്ത ആക്കണുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് പേപ്പർ സോപ്പാണ്. മണത്തൊക്കെ നോക്കണ്ട്. പിന്നെ നമുക്ക് പേപ്പർ സോപ്പാണ്. എൻ്റെ അനിയൻ അവിടെ ഇരുന്ന് എന്തോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട. അപ്പം ഒരു കൂവല് കേട്ടിട്ടുണ്ട്. അത് ആര്യൻ്റെ പണിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയാൽ മടക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ടേപ്പ് എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ. അത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അറിയാതെ റിവേഴ്സിലേക്ക് പോകാതിരിക്കാനാണ് ഇറങ്ങിൻ്റെ ഈ പാത്തിൽ ഒരു എക്സ്ട്രാ ഹൈറ്റ് വെച്ച് ഗിയർ പിടുത്തം അവിടെ കൊടുത്തത്. അടുത്ത ഇനി വയറിംഗ് ആണ്. ഗിയർ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ലിമിറ്റ് സ്വിച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആര്യൻ്റെ കുരുത്തക്കേട്
ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ ഒട്ടിക്കുന്നുണ്ട്. കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാനവിടെ കൈ വെച്ച് കാണിച്ച ആ ഒരു സൈഡിലും കൂടെയാണ് ഒട്ടിക്കാനുള്ളത്. അപ്പം അതൊട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിനൊന്നും നമുക്കൊരു മിസ്റ്ററി ആക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അതാണ് മാർക്കർ വെച്ച് ഞാൻ ഇവിടെ ഒരു പടം വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ പടം എന്താണെന്ന് അറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. അതാകുമ്പോൾ അത് ഇച്ചിരി ഒന്ന് മിസ്റ്ററി ആകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് ആർക്കാണെന്നറിയോ? എൻ്റെ അമ്മാമ്മക്കും അപ്പാപ്പനുമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കണം. അടുത്ത വീഡിയോ പിന്നീട് കാണാൻ. ആൻഡ് ബൈ.